പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്കെന്ന സൂചന. ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ച സമയം കളയലാണെന്നും അവരോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിലെ 80 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, ശാന്തമാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ അസ്തമിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ലഭ്യമാകുന്നത്? ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് എന്തൊക്കെയാണ് വ്യക്തമാകുന്നത്? തീർച്ചയായും സുധി, പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത്. അങ്കാരയിലെ നാറ്റോ സമ്മിറ്റിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. പ്രധാനമായും ട്രംപ് പറഞ്ഞത് ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചിരിക്കുന്നു എന്നാണ്. ഇനി ഇറാനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഇറാനുമായുള്ള ചർച്ചകൾ സമയം കളയലാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് ഇനി അത്തരമുള്ള ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്നൊരു പ്രതികരണമാണ് പ്രധാനമായും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം പല ഘട്ടത്തിലും ഇതിനു മുമ്പ് ട്രംപ് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊരു സമ്മർദ്ദ തന്ത്രമാണോ ട്രംപ് ഇപ്പോൾ ഇത്തരത്തിൽ നടത്തിയിരിക്കുന്നത് എന്നൊരു സൂചനയുണ്ട്. അത്തരത്തിലുള്ളൊരു സമ്മർദ്ദ തന്ത്രമാണോ, അതല്ല യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാനെതിരെ ശക്തമായ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയാണോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത്. ഈ ഇറാനിൽ ഇന്ന് 80 കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്ന് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ കുവൈറ്റിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. ഒപ്പം തന്നെ ബഹ്റിനിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. ഈ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തും എന്ന സൂചനകൾ ഇറാൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ട്രംപിൻ്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നതോടുകൂടി വലിയ ആശങ്കയിലാണ് പശ്ചിമേഷ്യ. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരുപക്ഷെ ട്രംപിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രമാകാം. അതോ ഇനി കൃത്യമായ ഈ വെടിനിർത്തൽ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക പോകുകയാണോ എന്ന കാര്യം വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ.